നമസ്കാരം. കാർബൺ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബാലുശ്ശേരിയിലെ ഹൈടെക് ട്യൂഷൻ സെൻ്ററായ കാർബണിലാണ് ഞാനിപ്പം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയാണ്. എൻ്റെ പേര് ബിജു. ലോകത്തിലെ ഏതൊരാളുകൾക്കും വളരെ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന, സംസാരിക്കാൻ പറ്റുന്ന ഏക ഭാഷ ഹിന്ദി മാത്രമാണ്. അതിനൊരുപാട് പ്രത്യേകതകളുണ്ട്. ഇംഗ്ലീഷിനേക്കാളും നമ്മുടെ മാതൃഭാഷയായ മലയാളത്തെക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, പഠിക്കാൻ പറ്റുന്നു ഹിന്ദി ഭാഷ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന സംസാര ഭാഷയും ഹിന്ദിയാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു കൊച്ചുകുട്ടിയും അല്ലെങ്കിൽ മുതിർന്ന ആളുകളടക്കം എന്ത് ചെയ്യുന്നു, ഹിന്ദി ഭാഷയെ വളരെ എളുപ്പത്തിൽ പഠിക്കുന്നു. അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾക്കും എനിക്കും ചുറ്റുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന എല്ലാ അന്യ സംസ്ഥാന തൊഴിലാളികളും സംസാരിക്കുന്നത് ഹിന്ദിയാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിന് നമ്മളോട് വെള്ളം എന്നല്ല ചോദിക്കുന്നത്, പാനി എന്ന് ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികളും എന്ത് സംസാരിക്കുന്നു, അവരോട് തിരിച്ചും ഒരു ഗ്ലാസ് വെള്ളത്തിന് പാനി ചാക്കി വെള്ളം വേണമെന്ന് പറയുന്നു. ഒരു കടയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്താണ്, അവിടെ നിൽക്കുന്ന സാധനത്തെ നമ്മൾ ചോദിക്കണമെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കണം. ഉദാഹരണത്തിന് നമ്മളെല്ലാവരും മണ്ണെണ്ണ അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ചില സ്ഥലങ്ങളിൽ നാളം എന്ന് പറയും. അതിൻ്റെ ശാസ്ത്രീയമായ പേരാണ് ഫണൽ. എന്താണ് അതിന് ഹിന്ദി പറയുന്ന വാക്ക്? കുപ്പി എന്നാണ് അതിന് ഹിന്ദിയിൽ പറയുന്നത്. അങ്ങനെയുള്ള വളരെ നിസ്സാരമായ ഏതൊരു വാക്യവും നമുക്ക് നിത്യജീവിതത്തിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ആളുകളും സംസാരിക്കുന്നത് ഹിന്ദി തന്നെയാണ്. ഹിന്ദി ഇപ്പോൾ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും, മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഒരു പ്രദേശത്ത് എന്താണ്, ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് അവിടുത്തെ ഹോട്ടലിൻ്റെ പേര് ഹിന്ദിയിലാണ്, ബസ്സിൻ്റെ പേര്, സ്ഥലപ്പേരടക്കം എന്താണ്, ഹിന്ദിയിലാണ്. അങ്ങനെയാകുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം, സ്വമേധയാ നമ്മളും ഹിന്ദി ഭാഷയിലേക്ക് ഇറങ്ങി വരണം. ഹിന്ദി ഭാഷയിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി, ഹിന്ദി സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഹിന്ദിയിലെ ഒരു ചെറിയ വ്യാകരണ ശകലം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഒരു ചെറിയൊരു കവിതയിലൂടെ നിങ്ങളെ വ്യാകരണം പഠിപ്പിക്കുകയാണ്. ഹിന്ദിയിലും മലയാളത്തിലും 3 ഭാഗങ്ങളായിട്ടാണ് വ്യാകരണമുള്ളത്. ഭാവി കാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭൂതകാലമുണ്ട്. നിങ്ങൾക്കറിയാം, ഭാവി വരാൻ പോകുന്നതാണ്. आने वाले समय का बोध हो भावी काल और भविष्य काल कहते हैं, और चलने वाले समय का बोध हो वर्तमान काल कहते हैं, बीते हुए समय का बोध हो ഭൂതകാൽ कहते हैं. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതാണ് ഭൂതകാലം. എന്നാൽ ഞാനിവിടെ വർത്തമാനകാലം, ഒരു ചലനെ വാലേ സമയ കാ ബോധ് ഹോ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാഗം, അതാണ് വർത്തമാനകാലം. അതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത്. ഇപ്പോൾ മലയാളത്തിൽ പറയുമ്പോൾ ഞാൻ നടക്കുന്നു അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതുന്നു എന്നാണ് പറയുന്നത്. മേം ലിഖ്താഹിം ലിഖ്താഹും എന്നാണ്, ഞാൻ എഴുതുന്നു. ഇനി അവൻ എഴുതുന്നു, വ ലിഖ്താഹേ, അവർ എഴുതുന്നു, വേ ലിഖ്തേ ഹേ, നിങ്ങൾ എഴുതുന്നു, തും ലിഖ്തേ ഹോ. ഇങ്ങനെയാണ് ഇത്. ഞാൻ, അവൻ, അവർ, നിങ്ങൾ. ഒന്നും കൂടെ പറയാം. ഞാൻ, അവൻ, അവർ, നിങ്ങൾ. ഈ 4 രീതിയിൽ ഉപയോഗിക്കുമ്പോൾ, ഈ 4 സെൻറ്റൻസുകളെയും നമ്മളൊരു കവിതയിലൂടെ, ഒരു ഇഷ്ടമുള്ള വരിയിലൂടെ നമ്മൾ സ്വായത്തമാക്കുമ്പോൾ ഈ വ്യാകരണം നമുക്കുള്ളിലേക്ക് കടന്നു വരുന്നു. ഇങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം, ഹിന്ദി പഠിക്കുകയും ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. ഞാൻ ഹിന്ദി പഠിക്കുന്നു. നോക്കാം, ഞാൻ എന്നുള്ളത് മേം എന്നാണ്. മേം ഹിന്ദി പഠിത്താ ഹും എന്നാണ്. ഒന്നാമത്തെ വരി ഞാൻ പാടാം. പഠിത്താഹും പഠിത്താഹും മേം ഹിന്ദി പഠിത്താഹും, പഠിത്താഹും പഠിത്താഹും മേം ഹിന്ദി പഠിത്താഹും. അവിടെ ഞാൻ പഠിക്കുന്നു എന്നാണ്. അപ്പോൾ ഞാനാണ് പഠിക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിയാണ് പഠിക്കേണ്ടത്. പെൺകുട്ടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യും? പഠിത്തീഹും പഠിത്തീഹും മേം ഹിന്ദി പഠിത്തീഹും. അപ്പോൾ പെൺകുട്ടി പറയാണ്, പഠിത്തീഹും പഠിത്തീഹും മേം ഹിന്ദി പഠിത്തീഹും. ഒന്നും കൂടി, ഞാനാണ് പറയുന്നത്, ആൺകുട്ടിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പഠിത്താഹും പഠിത്താഹും മേം ഹിന്ദി പഠിത്താഹും.
പെൺകുട്ടിയാണെങ്കിൽ പടുത്തീഹും മേം ഹിന്ദി പടുത്തീഹും. അപ്പോൾ ഇവിടെ പഠിക്കുന്നു എന്നാണ്, കുന്നു എന്നാണ്, ചെയ്യുന്നു, ഒരു പ്രവർത്തനം ചെയ്യുന്നു എന്നാണ്. ഇനി അടുത്തത് അവനാണ്. അവൻ, അവൾ, അത്, ആ, അവൻ, അവൾ, അതാ, അതാണ് വഹ്, യഹ് എന്നൊക്കെ പറയുന്നത്. യഹ് ഇതാണ്. ഇനി അവൻ ഹിന്ദി പഠിക്കുന്നു. എങ്ങനെ പറയും? പഠിത്താ ഹേ വഹ് ഹിന്ദി പഠിത്താ ഹേ. പഠിത്താ ഹേ വഹ് ഹിന്ദി പഠിത്താ ഹേ. ഇനി പെൺകുട്ടി പറയുന്നു, അവൻ അല്ലേ, പെൺകുട്ടിയാണ്, അവളാണ്, അവൾ പഠിക്കുന്നുള്ളത്. നോക്കാം. പഠിത്തീ ഹേ വഹ് ഹിന്ദി പഠിത്തീ ഹേ. പഠിത്തീ ഹേ വഹ് ഹിന്ദി പഠിത്തീ ഹേ. അപ്പോൾ ഞാൻ പഠിക്കുന്നു എന്ന് പറഞ്ഞു, അവൾ ഹിന്ദി പഠിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അവർ ഒന്നിൽ കൂടുതൽ ആളുകളാണ്, അവരാണ് പഠിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ പഠിത്തേ ഹേം വേ ഹിന്ദി പഠിത്തേ ഹേം. പഠിത്തേ ഹേം വേ ഹിന്ദി പഠിത്തേ ഹേം. അപ്പോൾ ആൺകുട്ടിയാണേ പറഞ്ഞത്. ഇനി പെൺകുട്ടികൾ പറയണം. ഒരു കൂട്ടം പെൺകുട്ടികൾ ഇങ്ങനെ ഹിന്ദി പഠിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവർ എന്നുള്ള പെൺകുട്ടികളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ്? പഠിത്തീ ഹേം വേ ഹിന്ദി പഠിത്തീ ഹേം. പഠിത്തീ ഹേം വേ ഹിന്ദി പഠിത്തീ ഹേം. ഇനി അടുത്ത് നോക്കാം. നിങ്ങൾ ഹിന്ദി പഠിക്കുന്നു അല്ലേ, നിങ്ങളാണ് ഹിന്ദി പഠിക്കുന്നത്. നോക്കാം. പഠിത്തേ ഹോ തും ഹിന്ദി പഠിത്തേ ഹോ. പഠിത്തേ ഹോ തും ഹിന്ദി പഠിത്തേ ഹോ. ഇനി ആ നിങ്ങൾ സ്ത്രീ ആണെങ്കിലോ പഠിത്തീ ഹോ തും ഹിന്ദി പഠിത്തീ ഹോ. പഠിത്തീ ഹോ തും ഹിന്ദി പഠിത്തീ ഹോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണ് കൊടുത്തുകൊണ്ട് പഠിക്കാം. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ചെല്ലാം കൂടെ. പഠിത്താഹും മേം ഹിന്ദി പഠിത്താഹും. പഠിത്തീഹും മേം ഹിന്ദി പഠിത്തീഹും. പഠിത്താ ഹേ വഹ് ഹിന്ദി പഠിത്താ ഹേ. പഠിത്തീ ഹേ वह हिंदी पढ़ती हैं, पढ़ते हैं वे हिंदी पढ़ते हैं, पढ़ती हैं वे हिंदी पढ़ती हैं, पढ़ते हो तुम हिंदी पढ़ते हो, पढ़ती हो तुम हिंदी पढ़ती हो. ഇത്രേ ഹിന്ദിയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഹിന്ദി പഠിക്കാം. ഇതിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ കാർബൺ നമ്മുടെ ഇന്ന് ഹൈടെക് രീതിയിലാണ് എല്ലായിടത്തും പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഹൈടെക് സ്ഥാപനമായ കാർബൺ ഓൺലൈൻ ക്ലാസ്സിലാണ് നിങ്ങളെ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത്. ഏവർക്കും ഒരിക്കൽ കൂടി കാർബൺ ഓൺലൈൻ പരിപാടിയുടെ ഹൃദ്യമായ നന്ദി, നമസ്കാരം.